ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു 5.1 ആംപ്ലിഫയർ ആണ്. ഇത് ജി-ടെക്കിൻ്റെ കേബിനിലാണ് ഈ ഒരു 5.1 ആംപ്ലിഫയർ ചെയ്തെടുത്തിരിക്കുന്നത്. ഈ ആംപ്ലിഫയറിൽ സബ്ബൂഫറിൻ്റെ ആമ്പിനായി ഉപയോഗിച്ചിരിക്കുന്ന ബോർഡ് 52001943 വരുന്ന ബോർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പവർ സ്വിച്ച്, അതുപോലെ തന്നെ സബിൻ്റെ ഒരു ഓഡിയോ കൺട്രോളും, അതുപോലെ തന്നെ ലെഫ്റ്റ് റൈറ്റ് ഓഡിയോ കൺട്രോളും, അതുപോലെ നമുക്ക് വരുന്ന ബാസ് ട്രബിൾ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കൺട്രോളും, പിന്നെ വരുന്ന സറൗണ്ടും സെൻറ്ററും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കൺട്രോളാണ്. ഈ ഒരു ആംപ്ലിഫയറിൽ ഞാൻ മുമ്പ് ഒരു ആംപ്ലിഫയർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഡിജിറ്റൽ ഇൻപുട്ട് ഉള്ളത്, അതായത് ഒപ്റ്റിക്കൽ, കോയാക്സിൽ, അതുപോലെ തന്നെ HDMI ARC ഒക്കെ ഉള്ള ഒരു ആംപ്ലിഫയർ ഞാൻ എൻ്റെ ചാനലിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ അതൊന്നുമില്ല. അതിൽ നമുക്ക് ഒപ്റ്റിക്കൽ ഉപയോഗിക്കാൻ കഴിയില്ല, അതുപോലെ തന്നെ കോയാക്സിൽ, പിന്നെ അതുപോലെ HDMI ARC ഒന്നും ഈ ഒരു ആംപ്ലിഫയറിലില്ല. അതുപോലെ തന്നെ ഡോൾബി DTS ഇതൊന്നും സപ്പോർട്ട് ചെയ്യില്ല. അത് സാധാ മോഡൽ ഒരു അനലോഗ് ഇൻപുട്ടാണ് ഈ ഒരു ആംപ്ലിഫയറിൽ ഉള്ളത്. ഇത് നമ്മൾ ഡിജിറ്റൽ ഇൻപുട്ട് ആക്കണമെങ്കിൽ നമ്മളൊരു ഓഡിയോ റുഷ് പോലത്തെ അതുപോലത്തെ ഏതെങ്കിലും ഒരു കൺവേർട്ടർ നമ്മളിതിൽ ഉപയോഗിക്കണം. അല്ലാണ്ട് നമുക്ക് ഡോൾബി DTS ഒന്നും ഈ ഒരു ആംപ്ലിഫയറിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യില്ല. ഇതിൻ്റെ ക്യാബിൻ വരുന്നത് 4.5 ഇഞ്ച് ഹൈറ്റിലാണ് ഇതിൻ്റെ ക്യാബിൻ വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ക്യാബിൻ്റെ ഫ്രണ്ട് വീതി വരുന്നത് നമുക്ക് 18 ഇഞ്ചാണ്. അതുപോലെ തന്നെ ബാക്കോട്ട് നമുക്ക് വരുന്നത് 15 ഇഞ്ചുമാണ് ഈ ഒരു ക്യാബിൻ വരുന്നത്, ജി-ടെക്കിൻ്റെ ക്യാബിൻ വരുന്നത്. അതൊക്കെ ഞാൻ മുമ്പ് എൻ്റെ വീഡിയോകളിൽ ഞാൻ കാണിച്ചിട്ടുള്ള ക്യാബിനാണ്. ഇതുപോലുള്ള 5.1 ആംപ്ലിഫയറുകൾ ആവശ്യമുണ്ടെങ്കിൽ നമ്പർ ഞാൻ എൻ്റെ ചാനലിൽ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ആ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്